പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിടിയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനെ ശ്രദ്ധിക്കാൻ വിധിയുടെ ഭാഗം വായിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 51-ാമത്തെ വാക്യം. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും എന്ന് അവനോട് പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. ഹല്ലേലൂയ. വേദപുസ്തകത്തിലെ അതിപ്രധാനമായ ഒരു സുവിശേഷ സന്ദേശമാണ്. 4 ലേഖനങ്ങളിൽ യോഹന്നാന്റെ 4 സുവിശേഷങ്ങളിൽ യോഹന്നാന്റെ സുവിശേഷവും യോഹന്നാന്റെ ലേഖനങ്ങളും. ഹല്ലേലൂയ. യോഹന്നാന് ഹല്ലേലൂയ സ്തോത്രം. വേദപുസ്തകത്തിലെ സുവിശേഷം 1, 3 ലേഖനങ്ങൾ, പിന്നെ കൂടാതെ വെളിപ്പാട് പുസ്തകം. ഇത്രയും പുസ്തകങ്ങൾ എഴുതിയ യോഹന്നാൻ പറയുക, പ്രൈസലോ, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും എന്ന് യേശു പറഞ്ഞ കാര്യം യോഹന്നാന് ദൈവം ആത്മാവിൽ വെളിപ്പെടുത്തി കൊടുത്തി. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം എഴുതുന്ന സമയത്ത് എഴുതി നമുക്ക് തന്ന വചനമായത്. പ്രൈസലോ. ലോകമെമ്പാടും വായിച്ചുകൊണ്ടിരിക്കുക, ഞാൻ നിങ്ങളും വായിക്കുകയാണ്. അപ്പൊ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും. നദനേലിനോടും കൂടെയുള്ളവരോടും പറയുന്ന കാര്യങ്ങളാണ്, ലോകത്തോട് പറയുന്നതാണ്. അപ്പൊ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 29-ലും 20-ാം അധ്യായം 12-ലും ദൈവദൂതന്റെ കാര്യം ഇവിടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 12-ലെ യാക്കോബിന്റെ ദർശനത്തോട് ഇതിന് സാമ്യമുണ്ട് എന്നാണ് വേദപഠിതാക്കളിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. ഇതിന്റെ ചരിത്രം രേഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ. അപ്പോൾ നദനയേൽ ഉൽപ്പത്തി പുസ്തകത്തിലെ ഹല്ലേലൂയ ഈ ഭാഗം വായിച്ച് ധ്യാനിക്കുമ്പോഴായിരിക്കും കർത്താവ് അവനെ കണ്ടത്. മനുഷ്യപുത്രൻ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള ഒരു ഗോവേണി ആയി തീർന്നിരിക്കുന്നത് എന്ന് ഹല്ലേലൂയ ഇവിടെ രേഖപ്പെടുത്താൻ കാരണം. പ്രൈസ്. യാക്കോബ് ഇതേപോലുള്ള സ്വപ്നം കണ്ട അമ്മ ഭൂമിയിൽ നിന്ന് ഒരു ഗോവേണി സ്വർഗത്തിൽ വരുന്നു, അതിൽ കൂടെ ദൈവപുത്രന്മാർ കയറി ഇറങ്ങുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. നദനയേലിനും ഇത് തന്നെ ഒരു പക്ഷേ ദൈവം വെളിപ്പെടുത്തി കാണും. ഹല്ലേലൂയ. പ്രൈസ്. അപ്പൊ ഇവിടെ ദൈവത്തിന് സ്വർഗവും ഭൂമിയും മനുഷ്യപുത്രനിൽ കൂടെ ബന്ധിപ്പിക്കുക. സ്വർഗത്തെയും ഭൂമിയും കൂടെ മനുഷ്യപുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിലൂടെ ദൈവത്തിലൂടെ ബന്ധിപ്പിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ യോഹന്നാൻ സുവിശേഷം 3:12 സ്വർഗത്തിനിറങ്ങി വന്ന മനുഷ്യപുത്രനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എന്നാൽ കർത്താവിന്റെ വീണ്ടും വരവിൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് കാണാനാകും എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. അപ്പൊ നദനയേൽ പറഞ്ഞതുപോലെ യേശു ദൈവപുത്രനും അവൻ തന്നെ കുറിച്ച് പറയുന്ന പോലെ തന്നെ മനുഷ്യപുത്രനുമാണെന്ന് തന്റെ ശിഷ്യന്മാർക്കും നദനയേലിനും വെളിപ്പെടുത്തി ലോകം മുഴുവൻ അത് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ്? യേശു ഭൂമിയിൽ മനുഷ്യപുത്രനായിട്ടും സ്വർഗത്തിൽ ദൈവപുത്രനായിട്ടും അപ്പോൾ തന്നെ നമ്മുടെ പിതാവായിട്ടും വാസം ചെയ്യുന്നു എന്നുള്ള യാഥാർത്ഥ്യങ്ങളെ വേദപുസ്തകം നൽകുന്നതാണ്. അതിനെ ആരെല്ലാം വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും അതൊരിക്കലും പ്രായോഗികമാകത്തില്ല. വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നവർ പരാജയപ്പെട്ടു പോകും, രക്തം ചെയ്യും. അപ്പം ദൈവവചനത്തോടൊന്ന് കൂട്ടാനോ കുറയ്ക്കാനോ കഴിയില്ല. ദൈവവചനത്തോട് കൂട്ടുകയോ കുറയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു എന്നാണ്. ഹല്ലേലൂയ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അതിശ്രേഷ്ഠമായ തിരുവെഴുത്തുകൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിത രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. യേശു ആരെന്നും ദൈവം ആരെന്നും ഹല്ലേലൂയ നമുക്കറിയാൻ വേണ്ടിയിട്ട് നാം ആരെ സേവിക്കണം, ആരെ പിന്തുടരണം, ആരെ അനുഗമിക്കണം, ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്, യഥാർത്ഥത്തിൽ പ്രാർത്ഥനയുടെ ഉത്തരം തരുന്നത് ആരാണ്, പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നത് ആരാണ്, പ്രാർത്ഥന കേൾക്കുന്നത് ആരാണെന്നൊക്കെ തന്റെ ശിഷ്യന്മാർക്ക് യേശു വെളിപ്പെടുത്തി കൊടുക്കുകയും അവരെ അത് പഠിപ്പിക്കുകയും ചെയ്തതിന്റെ കാരണം വരാൻ പോകുന്ന കാലഘട്ടത്തിൽ വരുന്ന തലമുറ പാപത്തിന്റെ അതിലേക്ക് വീണു പോകാതിരിക്കാൻ അവരും ഭൂമിയിൽ മനുഷ്യപുത്രനായിരിക്കുന്ന യേശുവിനെയും സ്വർഗത്തിൽ ദൈവപുത്രനായിരിക്കുന്ന യേശുവിനെയും അപ്പോൾ തന്നെ ഈ ആകാശത്തെ ഭൂമി സകലത്തെ സൃഷ്ടമായ ദൈവത്തെ നാം രുചിച്ചറിയാൻ വേണ്ടി നമുക്ക് വേദപുസ്തകത്തിലൂടെ സത്യങ്ങളെ വെളിപ്പെടുത്തുക, രക്തം ചെയ്യും. പ്രൈസലോ. ഇവിടെ നമ്മളൊരു വലിയ കുടുംബത്തിന്റെ അംഗങ്ങളാണ്.
അല്ലേ? നിങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ കുടുംബം വലിയ കുടുംബം, ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരെയും കൂടെ പിറക്കി എണ്ണിയെടുത്താൽ അപ്പനും അമ്മയും മക്കളും മരുമക്കളും കൊച്ചുമക്കളും പേരക്കിടാങ്ങളും വല്യപ്പന്മാരും അമ്മൂമ്മമാരെയും എല്ലാം കൂടെ ചിന്തിച്ചാൽ വലിയ ജനസംഖ്യ അടങ്ങും വലിയ കുടുംബമാണെന്ന് നിങ്ങൾ പലരും പറയാറുണ്ട്. ഞാൻ പലരും പറഞ്ഞ് കേൾക്കാറുണ്ട്. ഞാനും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബമൊക്കെ വലിയതാണ്, ഒരുപാട് അംഗസംഖ്യയുള്ളതാണ്. ഞാനും പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, നിങ്ങളുടെ കുടുംബം വലുതാണ്, ഒരുപാട് അംഗസംഖ്യയുള്ള വലിയ ഒരു കൂട്ടുകുടുംബമാണ്, നിങ്ങളുടെ വലിയ കുടുംബമാണ്. പക്ഷെ നിങ്ങളുടെ കുടുംബം എത്ര വലുതായിരുന്നാലും നിങ്ങളുടെ കുടുംബത്തിന്റെ നാഥൻ എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്നുള്ളൊരു മനുഷ്യനാണ്. അല്ലേ? ആരാണോ നിങ്ങളുടെ കുടുംബത്തിന്റെ നാഥൻ, കുടുംബത്തിന്റെ തലവൻ, അദ്ദേഹമാണ് നിങ്ങളുടെ കുടുംബത്തെ നയിക്കുന്നു. ആ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ. ആ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവനും ആ മനുഷ്യന്റെ ജീവിതകാലം കഴിയുമ്പോൾ ആ മനുഷ്യന് ദൈവം മരണം വെച്ചിരിക്കുന്നതുകൊണ്ടും അല്ലേലിയ ആ കുടുംബ ബന്ധങ്ങളൊക്കെ അമലേലിയ പിന്നത്തേതിൽ പലതായിട്ട് ചിതറി മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. എന്നാൽ ഇവിടെ പറയുന്ന കുടുംബം, നമ്മൾ വലിയൊരു കുടുംബം എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ള ഒരു മനുഷ്യനല്ല ഇവിടെ ഈ കുടുംബത്തിന്റെ നാഥൻ. പിന്നെ ആരാണ്? രാജാവും കർത്താതി കർത്താവും, താൻ മാത്രം അമർത്തിയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും ആരും കാണാത്തവനും അല്ലെങ്കിൽ ആർക്കും കാണാൻ കഴിയാത്തവനുമായിരിക്കുന്ന, സ്വർഗത്തെയും ഭൂമിയെയും കൂടെ കൂട്ടി യോജിപ്പിക്കുന്ന മനുഷ്യപുത്രനായ കർത്താവ്, അതുപോലെ ദൈവപുത്രനായ കർത്താവാണ് നമ്മളായിരിക്കുന്ന വലിയ കുടുംബം എന്ന് പറയുന്നത്. സ്വർഗരാജ്യത്തിന്റെ സ്വർഗീയ കുടുംബത്തിന്റെ നാഥൻ എന്ന് പറയുന്നത് യേശുവാണ്. ഈ സ്വർഗീയ കുടുംബത്തിന്റെ നാഥൻ ഒരിക്കലും മണ്ണുകൊണ്ടുള്ളവനല്ല, അവൻ സാക്ഷാൽ ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ വലിയ കുടുംബം, നമ്മുടെ കുടുംബത്തിനകത്ത് സമാധാനം മാത്രമേ നിറയാറുള്ളൂ, സമാധാനം മാത്രമേ നിറഞ്ഞൊഴുകാറുള്ളൂ. ആമേ സ്തോത്രം. അരുവിക്ക് അവരെ കവിഞ്ഞൊഴുകി വരുന്നത് പോലെ ഹല്ലേലൂയ ദൈവത്തിന്റെ സമാധാനത്തിൽ നിറയപ്പെട്ടതാണ് നമ്മളാകുന്ന ദൈവത്തിന്റെ കുടുംബം, അഥവാ സ്വർഗീയ കുടുംബം. അവിടെ നമുക്ക് നല്ലൊരു നാഥനുണ്ട്, ഹല്ലേലൂയ, നല്ലൊരു പിതാവുണ്ട്. ഹല്ലേലൂയ. ആ സ്വർഗീയനാഥൻ, സ്വർഗീയ പിതാവ് മണ്ണുകൊണ്ടുള്ളവനെല്ലാം, മണ്ണുകൊണ്ടുള്ളവനൊക്കെ ദ്രവത്വത്തിലേക്ക് ചേരുമ്പോൾ ആമേ ഹല്ലേലൂയ നമ്മെ പേരെഴുതി ചേർത്ത സ്വർഗീയ കുടുംബത്തിന്റെ അംഗങ്ങളായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കുമുള്ള നമ്മുടെ കുടുംബത്തിന്റെ നാഥനായിരിക്കുന്ന യേശു ഒരിക്കലും ദ്രവത്വം കാണുന്നവനല്ല. അവൻ മൺമയനല്ല, വീൺമയനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ സന്തോഷിപ്പാൻ കഴിയണം. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കുടുംബത്തിൽ ഭൂമിയിലുള്ള വിശുദ്ധന്മാരും സ്വർഗത്തിലുള്ള ദൈവദൂതന്മാരും കെരൂബുകളും സാറാഫുകളും ഉണ്ട്. നമ്മുടെ കുടുംബത്തിൽ ആരാ ഉള്ളത്? എല്ലാവരും സ്വർഗീയമായ കുടുംബത്തിൽ ഞാനും നിങ്ങളും ആയിക്കഴിയുമ്പോൾ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് നിങ്ങൾ ദൈവത്തിന്റെ മക്കളായി സ്വർഗീയ കുടുംബത്തിന്റെ അംഗമായി കഴിയുമ്പോൾ നമ്മുടെ കുടുംബത്തിനകത്ത് ഭൂമിയിലുള്ള വിശുദ്ധന്മാരുണ്ട്, കെരൂബുകളും സാറാഫുകളും, ഹല്ലേലൂയ, കോടാനുകോടി ദൂതന്മാരും അടങ്ങിയതാണ് നമ്മുടെ വലിയ കുടുംബം എന്ന് പറയുന്നത്. രക്തജയം. എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞ ഭൂമിയിലുള്ള കുടുംബത്തിനകത്ത് ഭൂമിയിലുള്ള വിശുദ്ധന്മാരും കെരൂബുകളും സാറാഫുകളും ദൂതന്മാരും അല്ല ഉള്ളത്. ഭൂമിയിലുള്ള നമ്മുടെ വലിയ കുടുംബം എന്ന് പറയുന്നതിനകത്ത് മദ്യപാനികളും മയക്കുമരുന്നിനടിമകളും വെറുക്കൂത്തുകാരും നുറനടപ്പുകാരും വ്യഭിചാരികളും ചൂതാട്ടക്കാരും മോഷ്ടാക്കളും അഴിമതിക്കാരും കരിഞ്ഞത്തക്കാരും പൂഴ്ത്തിപ്പുകാരും പിടിച്ചുപറിക്കാരും കൈക്കൂലിക്കാരും പെൺപാണിവക്കാരും സ്ത്രീമാവികളും പുരുഷകാമികളും സ്ത്രീകാമികളും എന്ന് വേണ്ട എല്ലാ വിഗ്രഹാരാധികളും തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും രക്തം ചൊരിയിക്കുന്ന രാക്ഷസ സ്വഭാവമുള്ള രാഷ്ട്രീയക്കാരും ഭരണ സംവിധാനങ്ങൾ അധികാരത്തിന്റെ കസേരയ്ക്ക് വേണ്ടി കടിച്ചു തൂങ്ങുന്നവരും അക്രമങ്ങൾ അഴിച്ചുവിടുന്നതും വർഗീയത പുലർത്തും വർഗീയത പറയുന്നവരും ജാതി വ്യവസ്ഥ പറയുന്നവരും അങ്ങനെ സകലവിധ ദുർനടപ്പിന്റെ സ്വഭാവമുള്ളവരുമാണ് ഭൂമിയിലെ നമ്മുടെ കുടുംബം, വലിയ കുടുംബം. സ്വർഗത്തിലെ കുടുംബം അങ്ങനെയല്ല കേട്ടോ. സ്തോത്രം. സ്വർഗീയ കുടുംബം എന്ന് പറയുന്നത് ഭൂമിയിലെ വിശുദ്ധന്മാരും കെരൂബുകളും സാറാഫുകളും കോടാനുകോടി ദൂതന്മാരും അടങ്ങുന്ന സ്വർഗീയ ഭവനത്തിന്റെ നാഥൻ യേശുവ. അതുകൊണ്ട് നിങ്ങൾ ലോകത്തെ വിട്ടിട്ട് സ്വർഗത്തിന്റെ കുടുംബമായി മാറാം, സ്വർഗീയ കുടുംബത്തിന്റെ അംഗമായി മാറാം. നിങ്ങൾക്ക് നല്ലൊരു നാഥൻ. അങ്ങനെ നിങ്ങൾ സ്വർഗീയ കുടുംബത്തിന്റെ നാഥനായി മാറുമ്പോൾ ഞാൻ മുമ്പ് ആവർത്തിച്ചതെല്ലാം നിന്റെ കുടുംബത്തിൽ പുറത്താണ്. ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിനകത്തേക്ക് പിശാച് കയറാതിരിക്കാൻ എന്ത് ചെയ്യണം? നമ്മുടെ കുടുംബത്തെ പിശാച് തകർക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവ്, നീ സ്വർഗീയ കുടുംബത്തിന്റെ അംഗമായി മാറണം. രക്തജയം. എങ്ങനെയാണ് സ്വർഗീയ കുടുംബത്തിന്റെ അംഗമായി മാറണമെന്ന്
യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ യോഹന്നാൻ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1:12 പറയുന്നു, അവരെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം തന്നു. അതെ, കർത്താവാൻ യേശുക്രിസ്തുവിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ച് ദൈവത്തെ നമ്മുടെ രക്ഷകനും പിതാവായി സ്വീകരിക്കുമ്പോൾ നാം ദൈവഭവനത്തിന്റെ സ്വർഗീയ കുടുംബത്തിന്റെ ആ വലിയ കുടുംബത്തിന്റെ അംഗമായി മാറുന്നു. നമുക്ക് നല്ലൊരു പിതാവിനെ കിട്ടുന്നു. ഹല്ലേലൂയ. മൺമയമായതല്ല, വിൺമയമായ ഒരു പിതാവ്. നമ്മുടെ കർത്താവിന് ഹല്ലേലൂയ, ഈ ഞാൻ മുമ്പ് പറഞ്ഞ ലോകത്തിലെ സ്വഭാവമൊന്നും നമ്മുടെ കർത്താവിനില്ല. അവൻ വിൺമയനാണ്, അവൻ വിശുദ്ധി വസിക്കുന്നവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, നമ്മുടെ കുടുംബം അല്ലെങ്കിൽ ഏത് കുടുംബമാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ മനുഷ്യൻ ക്രൂശിങ്കിൽ വന്ന് തന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിനെ തന്റെ ദൈവമായി രക്ഷകനായി സ്വീകരിക്കണം എന്ന് പറഞ്ഞ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീരുന്ന കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെ വിശ്വസിച്ചുകൊണ്ട് ആ ക്രൂശിൽ നമുക്ക് വേണ്ടി വലിച്ചിറക്കപ്പെട്ട ഉയർത്തലിൽ സ്വർഗ്ഗാനെ കൊണ്ട് ചെയ്ത കർത്താവ് യേശുക്രിസ്തുവിന്റെ പാദങ്ങളിലേക്ക് വന്ന് നിന്റെ പാപങ്ങളിൽ നീ ഏറ്റുപറയണം, നിന്റെ പാരമ്പര്യത്തിന്റെ ശക്തികളെ നീ ഏറ്റുപറയണം, നിന്റെ ജീവിതത്തിന്റെ സാകല ദുർമാർഗങ്ങളിൽ നീ ഏറ്റുപറഞ്ഞ് കർത്താവിനെ സ്വന്തം രക്ഷിതാവിനായി സ്വീകരിച്ച് ദൈവ കുടുംബത്തിന്റെ അംഗമായി മാറണം. അപ്പോഴാണ് നിന്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നത്. ദൈവ കുടുംബത്തിന്റെ അംഗമായി നിന്റെ കുടുംബത്തെ വേർതിരിക്കുമ്പോൾ സാത്താനിന്റെ കുടുംബത്തിൽ ഓടിപ്പോകും. സാത്താനിന്റെ കുടുംബത്തിന്റെ ആധിപത്യമില്ല, സാത്താനിന്റെ കുടുംബത്തിന്റെ അവകാശമില്ല. നാമെ മൺമയമായി നിന്റെ കുടുംബത്തെ അടക്കി ഭരിക്കാൻ കഴിയത്തില്ല. നിന്റെ കുടുംബത്തിന്റെയും നാമെ ഉത്തരവാദിത്വം യേശുവിനായിരിക്കും. എന്നെ കേൾക്കുന്ന മാനവപിതാവി, എത്ര കാലമായി നിന്റെ കുടുംബത്തെ സാത്താൻ പോരാടാൻ തുടങ്ങിയിട്ട്, എത്ര കാലമായി നിന്റെ കുടുംബത്തോട് പിശാച് വെല്ലുവിളി തുടങ്ങിയിട്ട്, നിന്റെ ഭർത്താവിനെ മദ്യപാനിയാക്കി, നിന്റെ ഭാര്യയെ മദ്യപാനിയാക്കി ദുർനടപ്പ് ജീവിതത്തിലേക്ക് കൊണ്ടുപോയി അനാഥമയമായ ജീവിതം നയിക്കുന്ന മക്കളെ ലോകത്തിന്റെ ജനികമായ മോഹങ്ങളിലേക്ക് തട്ടിക്കൊണ്ടുപോയി അവരെ ലഹരിക്ക് അടിമയാക്കി മാറ്റുന്ന തീവ്രവാദത്തിനും ഭീകരവാദ വർഗീയതയ്ക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്ന രക്തം ചുരുക്കി കുടുംബത്തിനകത്ത് കലകൊണ്ടാക്കുന്ന ആമി പിശാചിന്റെ തന്ത്രങ്ങൾ എത്ര കാലമായി നിന്റെ കുടുംബത്തെ വേട്ടയാടുന്നു. എന്റെ ഏരിയ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ എന്നും കുടുംബം തകർത്തിയുടെ അലയിലൂടെ അല്ലേ കടന്നു പോകുന്നത്. ഇന്ന് മുതൽ പരിശുദ്ധന്മാർ പറയുകയാണ്, നീ മടങ്ങി വന്ന് സ്വർഗീയ കുടുംബത്തിന്റെ മഹത്വം നീ അനുഭവിക്കുന്ന സ്വർഗീയ കുടുംബത്തിലേക്ക് നീ വരുന്നെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് ദൈവം ഒരു പുതിയ പണി ചെയ്യും. അല്ലേ ഏരിയ. അപ്പൊ നമ്മുടെ കുടുംബത്തിൽ നിന്ന് അഴിച്ചു പണിയണം കേട്ടോ. എല്ലാവരും പറയും ഞങ്ങളുടെ കുടുംബം കുടുംബം വലിയ കുടുംബം, ഞങ്ങൾ ആരാണെങ്കിലും ഞങ്ങൾ ഏത് കുടുംബത്തിൽ ജനിച്ചു പോകാൻ ഞങ്ങളുടെ പാരമ്പര്യമുള്ള ഞങ്ങളുടെ അപ്പൂപ്പന്മാർ ആരാണെന്ന് അറിയാമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു വീതം ആളുകളുണ്ട് എന്റെ ഏരിയ. നിന്റെ കുടുംബം ഏതായിരുന്നാലും, നിന്റെ തറവാട് ഏതായിരുന്നാലും, നിന്റെ അപ്പനപ്പൂപ്പന്മാർ ആരായിരുന്നാലും സ്വർഗത്തിലെ ദൈവത്തിന് എന്താ പ്രയോജനം? നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് കർത്താവിന്റെ ഹൃദയം കൊടുത്ത് നിന്റെ കുടുംബത്തെ നെയ്യിൽ സമർപ്പിക്കുമ്പോഴാണ് നിന്റെ കുടുംബത്തിന് വിലയുള്ളത്. എന്റെ നമ്മുടെ മാതാപിതാവ് നീ മടങ്ങി വരണം. നിന്റെ കുടുംബത്തെ വേട്ടയാടുന്ന പിശാചിന്റെ കയ്യിൽ നീ വിടുവിക്കപ്പെട്ട് പുറത്തു പോകുന്ന യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് നിന്റെ കുടുംബത്തിനകത്ത് യേശു വസിക്കട്ടെ. അതുകൊണ്ട് കഴിഞ്ഞകാല ജീവിതത്തിൽ കുടുംബമായി നീ അനുഭവിക്കുന്ന പാരമ്പര്യ ശാപങ്ങൾ, പാരമ്പര്യമായ പാപത്തിന്റെ ബന്ധനങ്ങൾ അത് നിന്നെ പിശാച് വരിഞ്ഞു കുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. നിനക്ക് സമാധാനത്തിന്റെ സ്വസ്ഥതയില്ല, കണ്ണുനീര് മാത്രമാണ് അധ്വാനിക്കുന്നതിന്റെ വീട്ടിലേക്ക് വരുന്നത്, കിട്ടുന്നതെല്ലാം ഓട്ടത്തന്നെ ഇടുന്നത് പോലെ ആമി ജീവിതത്തിൽ നിരാശകളും ദുഃഖങ്ങളും മാത്രം. എന്റെ ഏരിയ അങ്ങനെ കടന്നു പോകുന്ന ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് നീ മടങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. നിനക്ക് സമാധാനമില്ല, സന്തോഷമില്ല, സ്വസ്ഥതയില്ല. നിനക്ക് ജോലി സ്ഥലത്തായിരുന്നാലും ഭവനത്തിലായിരുന്നാലും ചിന്തകൾ മാത്രം നിന്നെ അലട്ടുന്ന, എല്ലാവരും നീ ഒഴിവാക്കി നിന്ദിക്കുകയും അപമാനിക്കുക പരിഹസിക്കുകയും ആമി തള്ളിക്കളയിച്ച സാഹചര്യങ്ങളുണ്ട്. അതിന്റെ നടുവിൽ നീ പാതറി പോകണ്ട. ഇന്ന് പോലെ പരിശുദ്ധന്മാർ പറയുന്ന ദൂത് ആമി ശത്രുവിനെ തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ, ശത്രുവിനെ ഉടയ്ക്കുവാൻ ശ്രമിക്കുമ്പോൾ, ശത്രുവിനെ ഇല്ലായ്മയെ ശ്രമിക്കുമ്പോൾ ആമി നീ ദൈവ കുടുംബത്തിന്റെ അംഗമാണെങ്കിൽ സ്വർഗത്തിന്റെ പിതാവിന്റെ ആമി നാഥനായി നിനക്കുണ്ടെങ്കിൽ എന്റെ നിന്നെ തകർക്കുവാൻ ഊരക ശക്തികൾക്ക് കഴിയില്ല. രക്തം വിശ്വസിക്കുന്ന കരപടിച്ച് ദൈവത്തെ ശ്രമിച്ചാട്ട് ഞാൻ ഈ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ തകർന്നു കിടക്കുന്ന കുടുംബങ്ങളെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്, തകർന്നു കിടക്കുന്ന ജീവിതങ്ങളെ കാണാൻ കഴിയുന്നുണ്ട്. ആമി കുടുംബത്തെ സമാധാന സ്വസ്ഥതയിലെ കടക്കടി കൊണ്ട് ഭാരത്തിനെ കാണാൻ കഴിയുന്നുണ്ട്. ജീവിതത്തിൽ ജോലിയുണ്ട്, സമ്പത്തുണ്ട്, പക്ഷേ അത് അനുഭവിക്കാൻ സമാധാനമില്ല. കണ്ണുനീര് മാത്രമാണ്. ജോലി സ്ഥലത്ത് സ്വസ്ഥതയിലെ കണ്ണുനീർ മാത്രം. എവിടെ ചെന്നാലും നിന്ദകൾ അപമാനങ്ങൾ കടന്നു പോകുന്ന ഒരുപാട് ജനത്തെ എനിക്ക് ആത്മാവിൽ ദർശിക്കാൻ കഴിയുന്നു. എന്റെ ഏരിയ പരിശുദ്ധന്മാർ പറയുന്ന ദൂത് നിന്റെ സകല പ്രശ്നങ്ങൾക്ക് ലോകം മറുപടി തരത്തില്ല.
നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും മാറുകൾ യേശു മാത്രമാണ്. അതുകൊണ്ട് സ്വർഗത്തെയും ഭൂമിയും കൂടി കൂട്ടി യോജിപ്പിക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചുകൊണ്ട് ആമീൻ യേശുവിന്റെ ഹൃദയം കൊടുക്കുന്നെങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, സ്വർഗം തുറന്നിരിക്കുന്നു, മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറി ഇറങ്ങുകയും ചെയ്യുന്നു. ഇത് തന്നെയാണ് ആമീൻ ഉൽപ്പത്തി 28 പാഠത്തെ ആമയുടെ യാക്കോബ് കണ്ട ദർശനവും. അത് നമുക്ക് ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയട്ടെ. ഇവിടെ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ ആമേ സ്തോത്രം, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ എപ്പോൾ ഹൃദയത്തിൽ സ്വീകരിച്ച് രക്ഷകനായി സ്വീകരിക്കുന്നു, അപ്പോൾ അവന്റെ മഹത്വം നിറഞ്ഞ സ്വർഗീയ ആമേ കുടുംബമായി മാറും നിങ്ങളുടെ ഭവനം. നിങ്ങൾ യേശുവിനെ കർത്താവിന്റെ ഇഷ്ടമായി സ്വീകരിക്കുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങളുടെ കുടുംബത്തിനകത്ത് സ്വർഗീയ മഹത്വം നിറയും. സ്വർഗീയ മഹത്വം നിറഞ്ഞ് നിങ്ങളുടെ കുടുംബത്തിന്റെ നാഥൻ യേശുവായി മാറും. പിന്നെ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഭൂമിയിലെ ആൾക്കാരെല്ലാം ഭൂമിയിൽ വീണ്ടെടുപ്പ് പ്രാപിച്ച വിശുദ്ധന്മാരുടെ അനുഭവങ്ങൾ, ആമി കെരൂബുകളും സാറാബുകളും ദൈവിക ദൂതന്മാർ അടങ്ങിയ കുടുംബത്തിന്റെ മഹത്വം നിന്റെ ജീവിതത്തിന്റെ ഭവനത്തിൽ വെളിപ്പെടുമെന്ന്. ചിലരൊക്കെ പറയും, ചിലർക്ക് പറയും എന്റെ മാസം ഭവനത്തിനകത്തൊക്കെ പിശാച് ബാധിച്ചവരെ പോലെയാണെന്ന് പറയുന്നേക്കുന്നത്. ഭവനത്തിനൊക്കെ ഒരു സമാധാന സ്വസ്ഥതയിലെ പിശാച് കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കുക എന്നൊക്കെ എത്ര ആളുകൾ എന്നോട് പറയാറുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്, നിങ്ങളുടെ കുടുംബത്തെ ആമെ തകർക്കുന്ന പിശാച് ബാധിച്ചതുകൂടിയാണ് നിന്റെ കുടുംബത്തിന്റെ പ്രശ്നമെങ്കിൽ നീ അത് തിരിച്ചറിയണം. നീ തിരിച്ചറിഞ്ഞല്ലോ പിശാച് ബാധിക്കുന്നത് എന്റെ കുടുംബം, എന്നാൽ അതിനൊരു മോചനമുണ്ടെന്ന്, അതിനകത്തൊരു വിടുതലുണ്ടെന്ന്. ആ വിടുതൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെ മാത്രമാണ്. അതേ സ്നേഹിത, എന്നെ കേൾക്കുന്ന സഹോദരീ സഹോദരി, നിന്റെ കുടുംബത്തെ വിടുവിക്കാൻ വേണ്ടിയിട്ടാണ് യേശു സ്വർഗ മഹിമകളെ വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്നത്. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന് മനുഷ്യ രൂപമെടുത്തത്, ജഡാവതാരം എടുത്തത്, അവൻ ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ചുകൊണ്ട് വിചാരിക്കാതെ ദാസരവും എടുത്തത് നിന്റെ കുടുംബത്തിന്റെ ശാപം മാറ്റാനാ, നിന്റെ കുടുംബത്തിന്റെ പാപം മാറ്റാനാ, നിന്റെ ഭർത്താവിന്റെ മദ്യപാനം മാറ്റാനാ, നിന്റെ ഭാര്യയുടെ അധർമ്മീയ ജീവിതം മാറ്റാനാ, നിന്റെ മക്കളെ നേരായ വാതിലേക്ക് നടത്താനാ, നിന്റെ കുടുംബത്തെ സ്വർഗീയ കുടുംബമാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് മൺമയമായതിനെ മാറ്റിയിട്ട് വീണയമായ യേശുവിന്റെ സാന്നിധ്യത്തിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ വേണ്ടിയാണ് ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. എപ്പോൾ യേശുവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നു, അപ്പോൾ നിന്റെ കുടുംബത്തിൽ ദൈവ സാന്നിധ്യം നിറയും. ഹല്ലേലൂയ. അപ്പം ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. എബ്രായ ലേഖനം 12-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 22 അല്ലെങ്കിൽ 23, 24 വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, പിന്നെയോ സ്വർഗീയ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിലേക്ക് നിങ്ങൾ വന്നിരിക്കുന്നത്. നമ്മൾ ആരുടെ ഇരിക്കലാണെന്ന് നമ്മൾ തിരിച്ചറിയണം. സഹോദര സഹോദരി, നീ ആരുടെ അരിക്കലാണ് അല്ലേ ജീവിക്കുന്നത്? ആരോടൊപ്പം നീ നടക്കുന്നത്? ആരോടൊപ്പം നീ വാസം ചെയ്യുന്നത്? ആരാണ് നിന്റെ കൂട്ടുകാരൻ? ആരാണ് നിന്റെ സുഹൃത്ത്? ആരാണ് നിന്നെ നടത്തുന്നത്? നിനക്കൊരു ബോധ്യം പറഞ്ഞു. അതുകൊണ്ട് എബ്രായ ലേഖനത്തിൽ 12-22 തൊട്ട് 24 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്, ഹാബീലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിലേക്ക് അത്രേ സ്തോത്രം ഹല്ലേലൂയ നമ്മൾ വന്നിരിക്കുന്നത് പറയുന്നത്. എന്ന് പറഞ്ഞ ദൈവത്തിന് വചനം പറഞ്ഞത്, ഹല്ലേലൂയ, നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കണം, ദൈവത്തോട് ചേർന്ന് നടക്കണം. ഹല്ലേലൂയ. അപ്പൊ ആദിജാതന്മാരുടെ സഭ എന്നൊക്കെ പറയുമ്പോൾ സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭ എന്ന് പറയുന്നത് സർവ സൃഷ്ടിക്കും ആദിജാതനായ കൊലോസ്യ ലേഖനം 1:15 കാണുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ സഭയുടെ പ്രാധാന്യത്തെയും അന്യൗദ്ധ്യത്തെയുമാണ് കാണിക്കുന്നത്. ആദിജാതൻ എന്നത് സ്ഥാനത്തെ കാണിക്കുക. പുറപ്പാട് പുസ്തകം 4:22 ഇസ്രായേലിന്റെ പുത്രൻ എന്റെ ആദിജാതൻ എന്ന് പറയുന്നത് സ്ഥാനത്തെയാണ്. ഹല്ലേലൂയ. അതെ, ഭൂമിയിൽ ഉയർത്തെഴുന്നേറ്റതിൽ ആദ്യജാതനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു, ഭൂമിയിൽ ഉയർത്തെഴുന്നേറ്റവൻ യേശു മാത്രമേ ഉള്ളൂ. ഈ ഭൂമിയിൽ മരിച്ചടക്കപ്പെട്ട് കല്ലറയിൽ അടക്കിയ മനുഷ്യരിൽ ഒരു വ്യക്തി ഉയർന്നിട്ടുണ്ടെങ്കിൽ അത് യേശു മാത്രമാണ്.
ലോകത്തിൽ മറ്റാരും ഉയർത്തിട്ടില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ കാലഘട്ടം മുതൽ ആമീൻ മരിച്ച സകല വിശുദ്ധന്മാര് സകല പാപികളും എവിടെയാണ്? കല്ലറയ്ക്കുള്ളിൽ നിദ്ര കൊള്ളുകയാണ്. കല്ലറയ്ക്കുള്ളിൽ നിദ്ര കൊള്ളുമ്പോൾ യേശുക്രിസ്തുവിനെ ആമീൻ റോമൻ സൈന്യം വലിയ കാൽവരെ ക്രൂശിച്ച് അവനെ ശിക്ഷയ്ക്ക് ക്രൂശിച്ച് അരിമത്യക്കാനായിരിക്കുന്ന യോസേഫിന്റെ ആരെയും വെച്ചിട്ടില്ലാത്ത കല്ലറയിൽ അടക്കി. കല്ലറയ്ക്ക് അവനെ ഒതുക്കുവാൻ കഴിഞ്ഞില്ല. 3-ാം നാൾ കല്ലറ ഭേദിച്ച് പുറത്തു വന്ന് ആമീൻ 40 നാളുകളിൽ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി സ്വർഗത്തിലേക്ക് കയറിപ്പോയി. ഞാൻ വീണ്ടും മടങ്ങി വരുമെന്ന് പറഞ്ഞ യേശു മാത്രമേ ആമീൻ ഭൂമിയിൽ നിന്ന് മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റിട്ടുള്ളൂ. പിന്നെ ആരാണ്ടൊക്കെ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെന്നൊക്കെ ഏതൊക്കെയോ ക്രൈസ്തവ മതം പഠിപ്പിക്കേണ്ട. അവരങ്ങോട്ട് ഉയർത്തെഴുന്നേറ്റ് പോയി, ഇവര് ഉയർത്തുപോയി, അതിലെ പോയി, ഇതിലെ പോയി, അതിലെ കയറി പോകുന്നത് എന്നൊക്കെ പറയുന്ന മോക്ഷന്മാരായിരിക്കുന്ന അനവധി ആമീൻ ആളുകളുണ്ട്, വിവരമില്ലാത്തവർ. അല്ലേ? എന്നെ കേൾക്കുന്ന സ്വഭാവം ക്രൈസ്തവ സമൂഹത്തിൽ ഇപ്പോൾ ഭൂമിയിൽ നിന്ന് മരിച്ചു ഉയർത്തെഴുന്നേറ്റവൻ സ്വർഗാരോഹണം യേശു മാത്രം. അതിനപ്പുറത്തുള്ള ഒറ്റ കുഞ്ഞ് ഉയർത്തെഴുന്നേറ്റിട്ടില്ല. യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരടക്കം യേശുവിന്റെ അമ്മയടക്കം സകല മനുഷ്യരും മരിച്ചടക്കപ്പെട്ട് കല്ലറയിൽ വിശ്രമിക്കുക ഇന്നും. അല്ലേ? അവരാരും ഉയർപ്പ് പ്രാപിച്ചിട്ടില്ല. അവർക്കൊരു ഉയർപ്പ് വെച്ചിട്ടുണ്ട്. കർത്താവുതൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ മധ്യാകാശത്തിൽ വരുമ്പോൾ മുമ്പേ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന കൂട്ടത്തിൽ യേശുക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരും യേശുവിനെ അനുഗമിച്ച സകല ശിഷ്യന്മാരും യേശുവിന്റെ അമ്മയായ മറിയ അടക്കം ഉയർത്തെഴുന്നേൽക്കുന്നത് കർത്താവിന്റെ വരവികരാണ്. അതിന് മുമ്പ് ഉയർത്തെഴുന്നേറ്റുന്ന ആരും പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നീ അത് വിശ്വസിക്കും. നിന്റെ ബൈബിളിൽ നിന്ന് കാണിച്ചത് അത്. അങ്ങനെ നിങ്ങൾ പ്രസംഗിച്ച് നിങ്ങൾ വിശ്വാസികളെ തെറ്റിലേക്ക് നയിക്കും. നിങ്ങളുടെ ബൈബിളിൽ കാണിക്കണം തെളിവ്. അല്ലേ? തെളിവില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയോ എഴുതി ചേർത്ത് പിടിപ്പിച്ച് മനുഷ്യരെ പാപത്തിലേക്ക് നയിക്കുന്ന സ്വഭാവി ഭൂമിയിൽ അല്ലെങ്കിൽ ഒറ്റ ദൈവം മാത്രം. പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ, സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ ഒരേ ഒരു ദൈവം യേശുക്രിസ്തു. ക്രൈസ്തവ സമൂഹത്തെ പറയട്ടെ, കർത്താവായ യേശുക്രിസ്തുവിനെ കൂടാതെ നീ എന്തിനെ വെച്ച് ആരാധിച്ചാലും അതെല്ലാം സാത്താനി ആരാധനയാണ്. യേശുവിനെ കൂടാതെ, കർത്താവ് യേശുക്രിസ്തുവിനെ കൂടാതെ, യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവം നിനക്കില്ല. സകല ക്രൈസ്തവ വിശ്വാസത്തോട് പറയട്ടെ, ഞാനൊരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട് 35 വയസ്സ് വരെ ജീവിച്ചവനാ. ക്രൈസ്തവ സമൂഹത്തിൽ നിൽക്കുമ്പോൾ, ക്രിസ്തീയ പള്ളി നിൽക്കുമ്പോൾ ഒരുപാട് ദൈവങ്ങൾ, ഒരുപാട് പുണ്യവാളന്മാർ, പുണ്യതകൾ, ഒരുപാട് വാഴ്ത്തപ്പെട്ടവരും ഒരുപാട് വിശുദ്ധന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അവരാരും ദൈവങ്ങളല്ല. മരിച്ചു ഉയർത്തെഴുന്നേറ്റവരുടെ സ്വർഗാരോഹണം ചെയ്തതല്ല. അവരെല്ലാം മൺമറഞ്ഞ് മാവിൽ കല്ലറയ്ക്കുള്ളിൽ നിദ്ര കൊള്ളുന്നവരാണെന്നാണ് അന്ന് പഠിക്കാൻ കഴിഞ്ഞത്. വിശ്വാസത്തിൽ വന്നപ്പോഴാണ് പഠിച്ചത്. ഏരിയ അതുകൊണ്ട് യേശുക്രിസ്തു മാത്രമാണ് ദൈവം. അല്ലെങ്കിൽ അതുകൊണ്ട് ക്രൈസ്തവ വിശ്വാസികൾ പറയട്ടെ, യേശുവിനെ കൂടാതെ നീ പള്ളി ആരാധിച്ചാൽ, യേശുവിനെ കൂടാതെ നീ കുരിശിനെ ആരാധിച്ചാൽ, യേശുവില്ലാതെ നീ കുരിശും കൊണ്ട് നടന്നാൽ, യേശുവില്ലാതെ യേശുവിന്റെ അമ്മയെ നീ ഉയർത്തിയാൽ, യേശുവില്ലാതെ യേശുവിന്റെ പിതാവിനെ ഉയർത്തിയാൽ, വാഴ്ത്തപ്പെട്ടവരെ വിശുദ്ധന്മാരെ ഉയർത്തിയാൽ, വേദപുസ്തകത്തില്ലാത്ത പലരെയും ഉയർത്തുന്നുണ്ടെങ്കിൽ ഓർത്തോണം, അതെല്ലാം സാത്താന്യമാണ്. നിങ്ങൾ വേദവസം പഠിക്കും. ഞാൻ ക്രിസ്ത്യാനിയായതുകൊണ്ടോ, ഞാൻ ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെടും. അതുകൊണ്ട് എനിക്ക് നല്ല ബോധ്യമാണ്. നിങ്ങൾ വിശുദ്ധ വേദപുസ്തകം പഠിച്ച് ദൈവവചനത്തിലേക്ക് മടങ്ങി യഥാർത്ഥമായി നമുക്ക് ആരാധിപ്പാൻ ക്രൈസ്തവ സമൂഹത്തിന്റെ നാഥൻ, ക്രൈസ്തവ കുടുംബത്തിന്റെ നാഥൻ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ സ്വർഗീയ കുടുംബത്തിന്റെ യഥാർത്ഥ പിതാവ് യേശു കർത്താവാണ്. അവൻ മൺമയമല്ല, വീൺമയമാകട്ടോ. അവൻ മരിച്ച് കല്ലറയിൽ ഒതുങ്ങിയവനല്ല, ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നവനാ. അതുകൊണ്ടാണ് ഇബ്രാഹിം ലേഖനക്കാരൻ ഹാബീലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിന്റെ അത്രയും നിങ്ങൾ വന്നിരിക്കുന്നു പറയുന്നത്. ഞാനൊക്കെ സുബോധമില്ലാത്തതാണ്. ഞാൻ നിങ്ങളോട് പറയാൻ സ്വന്തം ഞാനൊക്കെ അലരിയ പള്ളിയിൽ നിന്ന് വിടുന്നിടം വരെ പള്ളിയുടെ ആചാരത്തിൽ നിൽക്കുന്ന ആ കാലങ്ങളെല്ലാം എനിക്ക് പള്ളിയിൽ പോകാനൊന്നും സമയമില്ല. പള്ളിയിലും പോലെ പള്ളിക്കാരുമായിട്ട് യാതൊരു ബന്ധം, പേര് കൊണ്ട് ക്രിസ്ത്യാനിക്കുകയാണ്. എല്ലാവരും ക്രിസ്ത്യാനി എന്നാ പറയുന്നത് തന്നെ. ഞാൻ പള്ളിക്കാരൻ എന്നാ പറയുന്നത്. പക്ഷെ ഞാൻ പ്രഭാതത്തിൽ കള്ള് ഷാമ്പൂരിൽ പോയി കള്ള് ഷാമ്പൂൽ കുടിച്ച് എല്ലാ ലഹരി പദാർത്ഥം ഉപയോഗിച്ച് ഈ ലോകത്തിൽ നീങ്ങിതം ജീവിച്ച് പാപത്തിന്റെ അധീനതയിൽ കിടന്ന് മരിച്ച് നിത്യ നരകത്തിലേക്ക് പോകേണ്ട എന്നെയാണ് കർത്താവ് വിളിച്ച് വേർതിരിച്ച് നീ ഭൂമിയിൽ അല്ലെങ്കിൽ ജീവിച്ച് നിന്റെ ജീവിതത്തെ തകർത്ത് കളയാതെ ഞാൻ നിനക്ക് നല്ലൊരു പിതാവായിട്ടുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി ഭൂമിയിൽ വന്നവനാണ്, നിനക്ക് വേണ്ടി എന്റെ രക്തം തന്ന ശരീരം മുഴുവൻ ഉഴവുചാൽ പോലെ കീറി കണ്ടാൽ ആളല്ല എന്ന് പറഞ്ഞ് വിരൂപമായി തീർന്നു. എന്റെ കൈകാലുകളിൽ കാലിരുമ്പാണി അടിച്ചിറക്കി, അല്ലെങ്കിൽ മുൾക്കിരീടം അടിച്ചിറക്കി സ്തോത്രം എന്റെ വിലാപ്പുറം കുത്തി തുറന്ന് അവസാനത്തോടെ രക്തം വരെ തന്ന് നിന്റെ പാപത്തിന്റെ കറകളെ മുഴുവൻ കഴുകി എന്റെ ഭവനത്തിന്റെ അംഗമാക്കി, എന്റെ കുടുംബത്തിലെ അംഗമാക്കി. എന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ മഹാകുടുംബം
കുടുംബത്തിൽ ഭൂമിയിലെ വിശുദ്ധന്മാരും ഗരുവുകളും സാറാവുകളും കൂടാരും കൂടി ദൂതന്മാരും അടങ്ങുന്ന എന്റെ കുടുംബത്തിലേക്ക് നിന്നെ ഞാനാണ് ചേർത്തത് യേശുവിന് പറഞ്ഞു. അല്ലേ? നമ്മൾ ഈ മൺമയമായതിനെ വിട്ടുമ്പോഴേ വിൺമയമായത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. മൺമയമായതിനെ നമ്മൾ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ വലിയ കുടുംബം എന്ന് പറയുന്നത്. എന്നാൽ മൺമയമായതിനെ മാറ്റി വിൺമയമായതിലേക്ക് വരുമ്പോൾ നിന്റെ യഥാർത്ഥ കുടുംബത്തിന് മഹത്വം വെളിപ്പെടും. അങ്ങനെ യേശുവിനോട് സംസാരിച്ചത് കൊണ്ടാണ് ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്നത് കേട്ടോ. അല്ലേറിയ യേശുവിനെ പ്രസംഗിക്കുക എന്ന് പറയുന്നൊരു അഭിമാനമാണ് കേട്ടോ. യേശുവിനെ പ്രസംഗിക്കുന്ന അഭിമാനം, യേശുവിനെ അനുഗമിക്കുന്ന ഒരു അഭിമാനമാണ്. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ലോകത്തിന് ഏറ്റവും വലിയ ഭാഗ്യമാണ്. യേശുവിന്റെ പിതാവാണ്, യേശുവിന്റെ രക്ഷകനാണ്, യേശുവിന്റെ വീണ്ടെടുപ്പുകാരനാണ്, യേശുവിന്റെ പാപത്തിന് യേശുവിനെ ചേർക്കാൻ മധ്യാകാശത്തിൽ വരുന്നവനാണെന്ന് എനിക്ക് പറയുവാൻ, എനിക്ക് അഭിമാനത്തോടെ പറയുവാൻ അവസരം തന്നത് യേശുവാണ്. പണ്ട് മദ്യപിച്ച് ചുണ്ടുകൾ കൂട്ടിയിടിക്കുവാൻ രാവിലെ മദ്യപിച്ച് മദ്യത്തിന് അഡിക്റ്റായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യും? വിറയിൽ പിടിച്ച് കൈകാലുകൾ വിറയ്ക്കും, ശരീരം വിറയ്ക്കും, ചുണ്ടുകൾ കൂട്ടിയിടിക്കും. ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ എന്റെ ജീവിതം എത്തിച്ചേർന്നിട്ടുണ്ട്. ലോകം വന്ന് പറഞ്ഞു അവൻ ഭ്രാന്തനാണെന്ന്. എന്നെക്കുറിച്ച് ജനം പറഞ്ഞു ഭ്രാന്തനാണ്. നിങ്ങൾ എന്റെ നാട്ടിൽ ചാത്തന്നവരെ ചോദിച്ചത് അവൻ ഭ്രാന്തനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭ്രാന്തനാണെന്ന് മുദ്ര പറഞ്ഞു, ഭ്രാന്തനാണെന്ന് മുദ്ര കൊത്തി എന്നെ മാറ്റി നിർത്തി ഒഴിവാക്കിയ ആ സ്ഥാനത്താണ് കർത്താവിനെ സ്നേഹിച്ച് എന്റെ വിറയിൽ മാറ്റി എന്റെ ചൂണ്ടുകൾ കൂട്ടിമുട്ടുന്നത് മാറ്റിയിട്ട് എനിക്ക് സ്വന്തം കൈകൾ കൊണ്ട് ചായ എടുത്ത് കുടിക്കാൻ, ആഹാരം വാരി കഴിക്കുവാൻ, സ്വന്തം കൈകൾ കൊണ്ട് എന്റെ കാര്യങ്ങളിലും ജീവൻ സ്വന്തം കാലിൽ വിറയ്ക്കാതെ നിൽപ്പാൻ എന്നെ യോഗ്യരാക്കി തീർത്ത യേശുവാകട്ടോ. ജയം ഹല്ലേലൂയ. അതുകൊണ്ട് ശ്രോതാവി, പാപത്തിന്റെ വഴികൾ വിട്ട് നീ മടങ്ങുക. യേശു നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ കൊടിയ പാപങ്ങളെ കഴുകിയെടുക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. കാൽവരി ക്രൂശിൽ നിനക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ തന്നവൻ യേശുവാണ്. താൻ അവന്റെ വിലാപ്പുറം തുറന്ന് അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി തന്നു. അതുകൊണ്ട് യോഹന്നാൻ ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതി. 1 യോഹന്നാൻ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, തന്റെ പുത്രൻ കർത്താവായ യേശുവിന്റെ രക്തം സകല പാപവും വിശുദ്ധീകരിക്കുന്നു. അത് സ്വർഗ ഭൂമിയെ കൂടെ ബന്ധിപ്പിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹം. അവൻ മനുഷ്യപുത്രനായി ഭൂമി നിനക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത്. ദൈവമായിരിക്കുമ്പോൾ തന്നെ ഭൂമി മനുഷ്യപുത്രനായിട്ട് നിനക്ക് വേണ്ടിയിട്ട് ജീവിച്ചതാ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവി, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി നിന്റെ ജീവിതത്തെ നീ കൊടുക്കണം, രക്തം ചെയ്യണം. ഞാനൊക്കെ ഈ സമാധാനം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 25 വർഷമായുള്ളൂ. ഹല്ലേലൂയ. ജീവിതം മുഴുവൻ താറുമാറായി പോയതാ കേട്ടോ. ജീവിതം ഞാനിപ്പോഴും എന്റെ സാക്ഷ്യം കൂട്ടി എന്നോട് പറയുന്നത്, ജീവിതം മുഴുവൻ താറുമാറായി. പണ്ട് ഈ നരകത്തിന് വിധേയപ്പെട്ടു പോയവനാ. മരണം എന്റെ മുമ്പിൽ എത്രയോ പ്രാവശ്യം വന്നു. പക്ഷെ എന്നെ വിട്ടുകൊടുക്കാതെ, സാത്താനെ വിട്ടുകൊടുക്കാതെ ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ചു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ആകാശമാകുന്ന സ്വർഗം തുറക്കപ്പെടുമ്പോൾ ദൈവദൂതന്മാർ നമ്മുടെ മധ്യ ഇറങ്ങി വരുന്നു. നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം മറുപടി നൽകുന്നു. യുവാവായ യാക്കോബ് അന്ന് തനിച്ച് ഒരു അനാഥനെ പോലെ യാത്ര ചെയ്തപ്പോൾ സ്തോത്രം ഭൂമിയിൽ നിന്ന് സ്വർഗത്തോളം എത്തുന്ന ഗോവേണി, അതിൽ കൂടെ ദൈവദൂതന്മാർ കയറി ഇറങ്ങുകയും ചെയ്യുന്നത് സ്തോത്രം യാക്കോബ് കാണുവാനായി തീർന്നു. യാക്കോബിന്റെ പിന്നീടുള്ള പ്രയാണത്തിൽ യാബോക്ക് നദിക്കരയിൽ വെച്ച് തന്റെ ഭാര്യയും തന്റെ ആടുമാട് കന്നുകാലിയുടെ മക്കളെ അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ യാക്കോബ് തനിയെ ശേഷിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഉഷസാഗോളം ദൈവദൂതനുമായി മല്ലുപിടിച്ചു. യാക്കോബിനെ ജയിക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് യാക്കോബിന്റെ തുടയുടെ തളത്തെ തുറന്നു ഉളുക്ക് വീഴുന്നു. അപ്പോൾ യാക്കോബ് പറഞ്ഞിട്ടുണ്ട്, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ വിടുകയില്ല. അത് എന്നെക്കൾക്ക് അനാഥനെ പോലെ ജീവിച്ചവൻ, അനാഥനായി ആരുമില്ലാത്തവനായി സ്വന്തം ഭവനം വിട്ട് പാലായനം ചെയ്യേണ്ടി വന്നവൻ ജീവിതത്തിൽ വളരെ നിരാശ ദുഃഖിതമായി തീർന്ന യാക്കോബിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടപ്പോൾ, യാക്കോബിനെ ദൈവം സ്നേഹിച്ചപ്പോൾ, യാക്കോബിന്റെ അരികിലേക്ക് ദൈവം ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അവൻ അനാഥനല്ല. അവൻ സ്വർഗീയ കുടുംബത്തിന്റെ അംഗമായി. യാക്കോബിനോട് ദൈവം പറഞ്ഞു, ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല, നിന്റെ പേര് ഇസ്രായേൽ എന്നാ. ഇസ്രായേൽ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ പ്രഭു എന്താ? യാക്കോബിന്റെ പേര് വരെ നമ്മുടെ ദൈവം മാറ്റി. അതേ സ്നേഹിത, എപ്പോൾ നിന്റെ ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു, എപ്പോൾ നീ കർത്താവിനെ സ്വന്തം ഇഷ്ടമായി സ്വീകരിക്കുന്നു, മൺമയമായതിനെ മാറ്റി വിൺമയമായവൻ യേശുവാണ്, അവനാണ് നിന്റെ പിതാവെന്ന് നീ എപ്പോൾ അംഗീകരിച്ച് കുടുംബത്തെ ഏൽപ്പിക്കുന്നു, ആ സമയം നിന്റെ കുടുംബം സ്വർഗീയ കുടുംബമായി മാറും. അല്ലെങ്കിൽ മൺമയമായതെല്ലാം നിന്റെ ഭവനത്തെ വിട്ടുമാറും. സാത്താന്റെ സകല തന്ത്രങ്ങളും മാറും.
അതുകൊണ്ട് നമ്മൾ ക്രൈസ്തവമായ വിശ്വാസം എന്താണ് നമ്മൾ പഠിക്കണം. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഈ ക്രൈസ്തവ സമൂഹത്തെ ലോകം മുഴുവൻ ആക്രമിക്കുന്നത്, ലോകം മുഴുവൻ ഉപദ്രവിക്കുന്നത്, ക്രൈസ്തവ സമൂഹത്തെ ലോകം മുഴുവൻ ഇല്ലായ്മയെ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? സകല തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും ക്രൈസ്തവ സമൂഹത്തെ ഉന്മൂലനാശം ചെയ്യുവാൻ വേണ്ടി ലോകം മുഴുവൻ കച്ചകെട്ടി ഇറങ്ങിയിരുന്ന് അവരെ കൊന്നൊടുക്കുന്നതിന്റെ കാരണം എന്താണ്? അവർ പാപം ചെയ്തിട്ടല്ല, പിന്നെ എന്തുകൊണ്ടാണ്? അവർ ദൈവത്തിന്റെ മക്കളാണെന്ന് ഇവർക്കറിയാം. ക്രൈസ്തവ ജനത്തെ ഉപദ്രവിക്കുന്നവർക്ക് അറിയാം അവർ ദൈവത്തിന്റെ മക്കളാണ്, അവരുടേതാണ് സ്വർഗം, അവരുടേതാണ് അല്ലെങ്കിൽ ദൈവം എന്നൊക്കെ അവർക്കറിയാം. അതുകൊണ്ട് ഈ ക്രൈസ്തവ സമൂഹത്തെ ഇല്ലായ്മയെ ശ്രമിക്കുന്നു. അതുകൊണ്ട് വലിയ ക്രൈസ്തവ സമൂഹം ഇവിടെ തീർന്നു പോകും, ഒരിക്കലും തീരില്ല. കർത്താവിന്റെ വാരിവരെ ഇത് തുടർന്നു കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. രക്തം ചെയ്യും ഹല്ലേലൂയ എന്ന് പകരം എന്നെ കേൾക്കുന്ന മാതാവ് ഇത് ദൈവത്തിന്റെ ഭവനത്തിലേക്ക് മടങ്ങുക. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവദൂതന്മാർ കയറി ഇറങ്ങി ചെയ്യുന്നത് നിങ്ങൾ കാണും. ഹല്ലേലൂയ. യാക്കോബ് കണ്ട കോവണി എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ അടയാളമായിരുന്നു. യാക്കോബ് കണ്ട കോവണി ക്രിസ്തുവിന്റെ അടയാളമായിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ ലേഖനം എഴുതിയപ്പോൾ നമുക്ക് ആ ഭാഗം എഴുതി തന്നത്. യോഹന്നാൻ ലേഖനം എന്റെ സുവിശേഷം എഴുതിയപ്പോൾ ആ ഭാഗം യോഹന്നാൻ സുവിശേഷം നമുക്ക് രേഖപ്പെടുത്തിയത്. ആമീൻ 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 നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നു, മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറി ഇറങ്ങി ചെയ്യുന്നത് നിങ്ങൾ കാണും എന്ന് അവനോട് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 1:51 കേട്ടോ പറഞ്ഞ യോഹന്നാൻ ലേഖനം എന്ന് പറഞ്ഞ് ആ യോഹന്നാൻ ലേഖനം എപ്പോഴും വായിക്കുന്നോണ്ട് എപ്പോഴും വായിക്കി കയറി വരും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക യേശു പറഞ്ഞത്. അപ്പം ഭൂമിയിൽ മനുഷ്യപുത്രനായിരിക്കും യേശുവിന്റെ സാന്നിധ്യം. ആ സാന്നിധ്യത്തിന്റെ കുടുംബത്തിലേക്ക് വരട്ടെ. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കും. നമ്മുടെ സ്വർഗീയ കുടുംബത്തിൽ ആയിരക്കണക്കിന് ദൈവദൂത സംഘം, സൈന്യം, ഹല്ലേലൂയ, വലിയ സൈന്യമുണ്ട്. നമ്മുടെ സ്വർഗീയ കുടുംബത്തിൽ നിങ്ങൾ കർത്താവായ യേശുവിനെ പിതാമായി സ്വീകരിച്ചു കഴിയുമ്പോൾ, യേശു നിങ്ങളുടെ രക്ഷനായി കഴിയുമ്പോൾ, നിങ്ങളുടെ കുടുംബം സ്വർഗീയ കുടുംബമായി കഴിയുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് കോടാനുകൂടി ദൈവദൂത സംഘം, ദൈവദൂത സൈന്യത്തിന്റെ സാന്നിധ്യം വെളിപ്പെടും. ഹല്ലേലൂയ എന്ന് പറഞ്ഞ സൈന്യമായിട്ടുണ്ടെങ്കിലും രക്ഷപ്രാപിപ്പാട് ശുശ്രൂഷകൾക്ക് കർത്താവ് അവരെ സേവകാത്മാക്കളാക്കിയിരിക്കുകയാണ്. ഇബ്രാഹിം ലേഖനം 1:11 വായിക്കുമ്പോൾ കാണുന്നു. അപ്പൊ നമ്മൾ കർത്താവിനെ രക്ഷിതാവിധമായി സ്വീകരിക്കുമ്പോൾ കൂടാനും കൂടി ദൂതന്മാരുടെ സംരക്ഷണം നമ്മുടെ കുടുംബത്തിൽ വന്നാൽ എന്താ അങ്ങനെ വന്നതോർത്തോണം നമ്മെ രക്ഷയിലേക്ക് നയിക്കുവാനുള്ള നമ്മുടെ സേവകാത്മാക്കളാണെന്ന് ഹല്ലേലൂയ. ഇബ്രാഹിം ലേഖനം 1:14 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവരൊക്കെയും രക്ഷപ്രാപിപ്പാനുള്ള ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളാണ്. അതെന്ത്? ഈ കർത്താവിനിക്ക് വന്നിരിക്കാൻ കോടാനുകൂടി ദൂതന്മാരുടെ സർവ്വസംഘവും നിന്റെ കുടുംബത്തെ സംരക്ഷണം ചെയ്യുമ്പോൾ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും വേദനയിൽ നിന്നും നീ കടന്നു പോകുന്ന തെറ്റായ വഴിയിൽ നിന്നെ പിടിപ്പിച്ച് രക്ഷയിലേക്ക് കൊണ്ടുപോകാൻ, രക്ഷ പ്രാപിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന സേവകാത്മാക്കളാണ് നിന്റെ കുടുംബത്തിൽ ദൈവദൂതന്മാരുടെ സംഘം എന്ന് പറയുന്നത്. എബ്രായ ലേഖന കർത്താവ് രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, യഹോവയുടെ ദൂതൻ ഭക്തന്മാർ ചുറ്റും പാളയമർഗരെ വിടുവിക്കുന്ന സംഗീതം നിങ്ങൾ വായിക്കുന്നുണ്ട്. അത് നീ ദൈവത്തിലേക്ക് വന്നാൽ, യേശുവിലേക്ക് വന്നാൽ, യേശുവിന് ഹൃദയം കൊടുത്താൽ, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച സ്വർഗീയ കുടുംബത്തിന്റെ അംഗമായി മാറിയാൽ നിന്റെ കുടുംബത്തെയും ദൈവദൂതന്മാർ പാളയം ഇറങ്ങി വിടുവിക്കും. മാത്രമല്ല നീ പോകുന്ന വഴിയിലും, നീ പോകുന്ന യാത്രയിൽ, നീ കയറുന്ന വാഹനത്തിൽ, നീ ഓടിക്കുന്ന വണ്ടിയിലും, നീ ജോലി ചെയ്യുന്ന മേഖലയും ജോലി ചെയ്യുന്ന ഓഫീസിലും, ഹല്ലേലൂയ, നീ ദേശത്തോ വിദേശത്തോ എവിടെയായിരുന്നാലും നിനക്ക് ചുറ്റും ദൈവിക ദൂതന്മാർ ഒരു പാളയം തന്നെ, ഒരു വലിയ സൈന്യം തന്നെ നിനക്കുണ്ടായിരിക്കും. എന്തിനാണ്? നിനക്ക് രക്ഷ പ്രാപിപ്പാൻ, നിനക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്ന സേവകാത്മാക്കളായി ദൈവരെ അയക്കുക. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ സങ്കീർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോഴും കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. സങ്കീർത്തന പുസ്തകം ഹല്ലേലൂയ 91 സങ്കീർത്തനം അതിന്റെ 11 ഹല്ലേലൂയ 12 വാക്യങ്ങൾ വായിക്കുമ്പോൾ നിന്റെ എല്ലാ വഴികളിൽ നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് അവൻ നിന്റെ കൈകളിൽ വഹിച്ചുകൊള്ളും. ഹല്ലേലൂയ. നിനക്കുള്ള സംരക്ഷണത്തെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ സ്വഭാവേ, എനിക്കാരുമില്ല, ഞാൻ ഒറ്റയാണ്, ഞാൻ അനാഥനാണ്, എല്ലാവരും എന്നെ മറന്നു, എല്ലാവരും എന്നെ കൈവിട്ടു, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും കരുതുന്നില്ല, ദുഃഖം മാത്രമാണ്, കണ്ണുനീര് മാത്രമാണ്, എവിടെ പോയി ജീവിക്കും, എങ്ങനെ മുന്നോട്ട് പോകും, ആരും സഹായമില്ല. ഇന്നലെ വിളിച്ചവരും പറഞ്ഞൊന്നും മിണ്ടുന്നില്ല. ഇന്നലെ എന്റെ കൂടെ ഇരുന്ന് അത്താഴം കഴിച്ചു, ഇന്നലെ എന്റെ കൂടെ കിടന്നുറങ്ങിയവർ ഇന്നെന്നെ കണ്ടെന്ന് കാണാൻ മിണ്ടുന്നില്ല.
ഇന്നലെ രാത്രി ഞങ്ങൾ സ്നേഹത്തോടെ പിരിഞ്ഞ ഈ പ്രമാദത്തെ വിളിച്ചിട്ട് അവൻ എന്നോട് മിണ്ടുന്നില്ല, അവൾ എന്നോട് മിണ്ടുന്നില്ല എന്നൊക്കെ നീ പരാതികളും പരിഭവങ്ങളും പറയാറില്ലേ? അങ്ങനെ പലരും എന്നോട് പരാതികളും പരിഭവങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവിടെയെല്ലാം നീ പരാതിയുടെ പരിഭവത്തിന് നീ ഹൃദയം വേദനിക്കുന്ന സ്വഭാവം എനിക്ക് കേൾക്കുന്ന മാതാവേ പിതാവേ, ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് ഹല്ലേലൂയ, ആമേൻ, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് ഹല്ലേലൂയ അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അപ്പൊ നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കുന്നതാരാ? നിന്റെ ഉറ്റൂരും ഉടയവരും ഒന്നും അല്ല, നിന്റെ സുഹൃത്തുക്കളോ നിന്റെ ചങ്കോ നിന്റെ കരളോ ഒന്നും അല്ലെന്ന് നിന്റെ എല്ലാ വഴിയും സൂക്ഷിക്കുന്നത്. ചിലപ്പോൾ അവൻ എൻ്റെ കരളാണ്, അവൻ്റെ ചങ്കാണ് എന്നൊക്കെ പറയത്തില്ലേ, അവൻ്റെ കരളാണ്, അവൻ്റെ ചങ്കാണ്, ഒക്കെ ചുമ്മാതാ ലഹരി. അതൊക്കെ ചുമ്മാ ഒരു മാസ്റ്റർ പീസ് പോലൊക്കെ ഇങ്ങ് പറഞ്ഞു വെക്കുന്ന ഭൂമിയിലെ വാക്കുകളല്ലേ. മനുഷ്യനിങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ സങ്കല്പിക്കും, നമ്മളത് കേട്ട് പഠിക്കും, അല്ലെങ്കിൽ നമ്മൾ കേട്ട് പറയും. പക്ഷെ വേദപുസ്തകം നിന്നോട് പറയുന്നത് മനസ്സിലാക്കണം. വേദപുസ്തകം പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം. ഞാൻ കൂടെ മാറ്റം വായിക്കാം. ആമേൻ. നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിന്, നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച്, യേശു നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അതെ, ദൂതന്റെ ഒരു വലിയ സംരക്ഷണം നിനക്കുണ്ട് കേട്ടോ മാതാവേ, എന്നെ കേൾക്കുന്ന സഹോദര. ഹല്ലേലൂയ. അതുകൊണ്ട് നീ ആരുമില്ലാത്തവനല്ല, നിന്നെ അനാഥനായ ദൈവം വിടത്തില്ല. അനേകായിരം ദൂതന്മാർ നിന്റെ മേൽ നിനക്ക് ശുശ്രൂഷയ്ക്കായിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ് ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കുന്നതിന് അവർ നിന്റെ കൈകളിൽ താമി കാത്തുകൊള്ളുമെന്ന്. ഹല്ലേലൂയ. അപ്പൊ നിന്റെ സ്തോത്രം, അവർ നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കുക. നിനക്ക് അപകടങ്ങൾ, അനർത്ഥങ്ങൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ആമേൻ നീ അതിൽ വീണ് തകരാതിരിക്കാൻ വേണ്ടി ദൈവത്തിന്റെ ദൂതന്മാർ നിന്റെ കരങ്ങളിൽ വഹിക്കും. നമ്മൾ പറയും ചില അപകടമൊക്കെ ടൈമിംഗ് ആണ്. ആമേൻ. തൊട്ടി നേരത്തിടയിൽ കണ്ണുവെക്കുന്നിടയിലാണ് ചില അപകടങ്ങൾ വരുന്നത്. ആമേൻ. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്തിൽ ആമേൻ പലപ്പോഴും അപകടങ്ങൾ, ആക്സിഡന്റുകൾ സംഭവിക്കാറുണ്ട്. അങ്ങനെയുള്ള വലിയ ആക്സിഡന്റുകൾക്കകത്തുനിന്ന് തലനാരിലേക്ക് രക്ഷപ്പെട്ടെന്ന് നമ്മൾ പറയാറില്ലേ? ഹല്ലേലൂയ. കണ്ണെ കൊള്ളേണ്ടത് കൺപോളെ കൊണ്ടുപോയി നമ്മൾ പറയത്തില്ലേ? എന്താണ് അവിടെ നിന്നെ സംരക്ഷിക്കാൻ വേണ്ടി ദൈവദൂതന്മാർ ഇറങ്ങിയതാണ്. അല്ലേ? നിന്റെ കഴിവുകൊണ്ടൊന്നും അല്ല, വിശ്വസിക്കുന്ന ദൈവത്തിന്റെ വഴിയെ കാക്കുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. അത് നീ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഹൃദയം കൊടുത്ത് നീ ദൈവ കുടുംബത്തിലെ അംഗമായി മാറുമ്പോൾ നിന്റെ ചുറ്റും കോടാനുകൂടി ദൈവിക ദൂതന്മാർ നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടിയുണ്ട്. ഹല്ലേലൂയ. മടങ്ങി മാനസാന്തരപ്പെടുക. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന് വചനം പറയുന്നു. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ സംരക്ഷണം സുനിശ്ചിതത്വമാണെന്ന് 91 സങ്കീർത്തനം 10 വാക്യം പറയുന്നത്. ഈ വാക്യങ്ങൾ പലരുടെയും ജീവിതത്തിൽ അന്വർത്ഥമായി തീർന്നിട്ടുണ്ട്. വളരെ ഉയരത്തിൽ താഴെ വീണ പലരെയും ദൈവം അത്ഭുതകരമായി സംരക്ഷിച്ചിട്ടുണ്ട്. ദൈവദൂതന്മാരുടെ സംരക്ഷണം അവർക്ക് ലഭിച്ചു എന്നാണ് ആമേൻ അതുകൊണ്ട് മനസ്സിലാക്കുന്നത്. ഈ കഴിഞ്ഞ നാൾ നിങ്ങൾ കണ്ട ഒരു അപകടം കണ്ടില്ലേ? കെട്ടിടത്തിന്റെ 2ാം നിലയിൽ പണിതുകൊണ്ട് തട്ടളക്കിക്കൊണ്ടിരുന്ന ഒരു സഹോദരൻ, പുല്ലൂര് കൊട്ടാരക്കര ഭാഗത്ത് തട്ടളക്കിക്കൊണ്ടിരുന്ന സഹോദരൻ പെട്ടെന്ന് തന്റെ കാൽ വഴുതി ഹല്ലേലൂയ താഴേക്ക് പോരുകയാണ്. അപ്പം താഴെ അവിടെ തനിക്ക് പണി കൊടുത്ത തന്റെ പണിക്ക് മേസ്ത്രി പോട്ടെ, അദ്ദേഹം തന്റെ കൈകളിലേക്ക് എന്ത് ചെയ്തു? ആ മുകളിൽ നിന്ന് വന്ന അല്ലെങ്കിൽ ആ മനുഷ്യനെ ചേർത്ത് പിടിച്ചു. മനുഷ്യനെല്ലാം പറഞ്ഞു ദൈവം മനുഷ്യനെ വേഷത്തിലവിടെ വന്നെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ അതൊക്കെ ശരിയാണോ ഇല്ലയോ നിങ്ങൾ ചിന്തിക്കണം. ദൈവം വാസ്തവത്തിൽ മനുഷ്യനായിട്ട് അവിടെ വന്നു. മുകളിൽ നിന്ന് വന്ന മനുഷ്യന്റെ ശരീരത്തിൽ ഒരു പോളിയോട് ഏൽക്കാതെ വിടിവിച്ചത് നമ്മൾ കണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഓർത്തോണം, അങ്ങനെ ഭൂമിയിൽ മനുഷ്യ രൂപത്തിൽ വന്നു അന്ന് മാധ്യമങ്ങളും മനുഷ്യരും എല്ലാം പറഞ്ഞെങ്കിൽ ഓർത്തോണം ദൈവത്തിന്റെ പേരിൽ ദൈവം എത്രമാത്രം സംരക്ഷിക്കുമെന്ന്. ഭൂമിയിലൂടെ അങ്ങനെ ഒരു സംഭവമൊക്കെ നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ ഓർത്തോണം, നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് അവൻ തന്റെ ദൂതന്മാർ കൽപ്പിക്കുക, അവർ നിന്റെ കൈകളിൽ വഹിക്കും. അത് ദൈവം ചിലപ്പോൾ സംരക്ഷണം അതുപോലെ തരുമെന്നേ. ഞാൻ ആ മനുഷ്യൻ താഴോട്ട് വീഴുന്നതും ആ സഹോദരൻ കയറി പിടിക്കുന്നതും ആ മനുഷ്യന്റെ പിന്നത്തെ സംഭാഷണങ്ങളൊക്കെ ഞാൻ വളരെ ശ്രദ്ധിച്ചു. പല പ്രാവശ്യം ഞാനത് കണ്ടു. പല പ്രാവശ്യം കണ്ടിട്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തി കർത്താവേ, ആ മനുഷ്യന്റെ കുടുംബം പട്ടിണിയില്, ആ സഹോദരന്റെ ഭാര്യ വിധവയായി, മക്കൾ അല്ലെങ്കിൽ അപ്പനില്ലാത്തതായി മാറേണ്ട ആ കുടുംബത്തിനകത്ത് കണ്ണുനീര് വരേണ്ട സാഹചര്യമായിരുന്നു. എന്നാൽ സമയത്ത് ആ മനുഷ്യൻ കൈ നീട്ടി മുകളിലോട്ട് നോക്കിയതും എന്ത് ചെയ്തു? മുകളിൽ നിന്ന് വരുന്ന മനുഷ്യന്റെ കൈകളിൽ ചേർത്ത് പിടിച്ചു. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവം എത്ര വലിയവനാ, എത്ര അപകടം നിന്നെ വിടുവിച്ചിട്ടുണ്ട്, എത്ര അനർത്ഥത്തിനെ വിടുവിച്ചിട്ടുണ്ട്. മരണകരമായ സാഹചര്യം കടന്നു പോയിട്ടില്ലേ? ഞാൻ മുമ്പ് തലമുടി നമ്മളിലേക്ക് നീ രക്ഷപ്പെട്ടിട്ടില്ലേ ശ്രോതാവേ?
അതെല്ലാം ദൈവത്തിന്റെ കരുതലാകട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് നാം യേശുവിലേക്ക് മടങ്ങി വരണം, രക്തം ചെയ്യും. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹല്ലേലൂയ, ഈ വചനം ദൂതന്മാർ നമ്മെ കാക്കപ്പെടുന്നത് നാം ദൈവ വഴികളിൽ സഞ്ചരിക്കുമ്പോഴാണ്. ദൂതന്മാർ നമ്മെ കാക്കുന്നത് നാം ദൈവ വഴികളിൽ സഞ്ചരിക്കപ്പെടുമ്പോൾ, ദൈവത്തിന്റെ വഴിയുടെ നാം യാത്ര ചെയ്യുമ്പോൾ ദൂതന്മാരുടെ സംരക്ഷണം നമുക്ക് 100% ഉറപ്പാണ്. ആമീൻ. ചെറുതും വലുതുമായ എല്ലാ ആപത്ത് അനർത്ഥങ്ങളിൽ നിന്നും കർത്താവ് നമ്മെ പരിപാലിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ദീർഘായുസ്സും സംതൃപ്തിയുമായ ജീവിതം കർത്താവ് നമുക്ക് തരിക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് 13-ാം വാക്യത്തിൽ 91-ാം സങ്കീർത്തനം അതിന്റെ 13-ാം വാക്യം പറഞ്ഞത്, സിംഹത്തിന്മേൽ അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തിൻ പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയുമെന്നാണ്. ഹല്ലേലൂയ. ആമേൻ. സിംഹത്തിന്മേൽ അണലിമേലും ചവിട്ടും, ബാലസിംഹത്തിൻ പെരുമ്പാമ്പിനെ നീ മെതിച്ചു കളയും. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ലൂക്കോസ് സുവിശേഷം 19-ാം വാക്യത്തിൽ എഴുതി വെച്ച് യേശു, ലൂക്കോസ് എഴുതി വെച്ചു, പാമ്പുകളിൽ തേളുകളിൽ ശത്രുവിന്റെ സകല ബലത്തിൽ ചവിട്ടുവാൻ നിനക്ക് അധികാരം തന്നു. അല്ലേ ഇവിടെ ബാലസിംഹത്തിൻ പെരുമ്പാമ്പിനെയും, ഹല്ലേലൂയ, ആമീൻ, സിംഹത്തിന്മേൽ അണലിമേലും ചവിട്ടും, ബാലസിംഹം പെരുമ്പാമ്പിനെ മെതിച്ച സംഗീതക്കാരൻ പറഞ്ഞെങ്കിൽ ലൂക്കോസ് പറഞ്ഞതുമായിട്ട് എത്ര യാഥാർത്ഥ്യമാണ്. അത് നിനക്ക് ചില അധികാരങ്ങളോടുകൂടിയാ. നീ ദൈവഭവനത്തിന്റെ അംഗമായി മാറുമ്പോൾ ദൈവം നിനക്ക് അധികാരം കൂടെ തരും കേട്ടോ. ഹല്ലേലൂയ. ശത്രുവിനെ തൊടുവാൻ കഴിയത്തില്ല. റോമൻ ഭരണകാലത്ത് ഒരു ശതാധിപന് താഴെ ജോലി ചെയ്യുന്ന 100 പടയാളികൾ ഉണ്ടായിരിക്കും. യോഹന്നാൻ 10:9 വായിക്കും കാണാൻ കഴിയും. അതുപോലെ മന്ത്രവാദികൾ പറയുന്നത് സംസാരിച്ച് ജോലി ചെയ്യുവാൻ 100 കണക്കിന് കുട്ടിസാത്തുകാരനുകൾ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ ദൈവമക്കളാകും നമുക്ക് സേവനം ചെയ്യുവാൻ നമുക്ക് ശുശ്രൂഷ എത്രയോ കോടി ജനങ്ങളാണ്. ഭൂമിയിൽ ഒരു ശതാധിപന് റോമൻ സൈന്യം അനവധി സേവാത്മാക്കൾ ഭൂമിയിലുണ്ടല്ലോ, ഇപ്പോഴും ഉണ്ട്. ഒരു മന്ത്രവാദിയുടെ അല്ലെങ്കിൽ അവൻ ഒരു മന്ത്രവാദിയുടെ അല്ലെങ്കിൽ സ്തോത്രം ജോലി ചെയ്യാൻ വേണ്ടി ഒരുപാട് കുട്ടിസാത്താന്മാരുണ്ട്. ഇതൊക്കെ നമ്മൾ ലോകപരം കാണുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ദൈവത്തിനെ സംരക്ഷിപ്പാൻ ദൈവം കോടാനുകൂടി ദൂതന്മാരെ സേവകാത്മക്കളായി വെച്ചിരിക്കുന്നു. അതാണ് ഇബ്രാഹിം 1:14 വായിച്ചത്. അല്ലെങ്കിൽ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന യേശു ക്രിസ്തു പിതാവിനെ നോക്കി ഇങ്ങനെ പറഞ്ഞു, എന്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ 12 ലഗ്യോണിൽ അധിക ദൂതന്മാരെ എന്റെ അരികെ നിർത്താൻ എനിക്ക് അപേക്ഷിച്ചുകൂടാ എന്ന് തോന്നുന്നുവോ എന്ന് മത്തായിയുടെ സുവിശേഷം 26:53 വായിക്കുന്നുണ്ട്. 12 ലഗ്യോൺ എന്ന റോമൻ ഭരണക്രമാരം 72,000 ദൂതന്മാരാണ്. 12 ഒരു ലഗ്യോൺ 6,000 എന്നാണ്. അങ്ങനെ 12 ലഗ്യോൺ 70,000 ദൂതന്മാരെ യേശുവിന്റെ അരികെ നിർത്തുവാൻ യേശുവിനെ അപേക്ഷിച്ചുകൂടാ എന്നുണ്ടോ എന്ന് എന്റെ ഏരിയ ഓർത്തു നോക്കിയാൽ നമുക്ക് എത്രമാത്രം സംരക്ഷണം ദൈവം തരുന്നുണ്ട്. അതുകൊണ്ട് വായിച്ച വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. അല്ലെങ്കിൽ നമ്മൾ വായിച്ച യോഹന്നാന്റെ സുവിശേഷമാണ്. യോഹന്നാന്റെ സുവിശേഷം അല്ലെങ്കിൽ 1-51 വാക്യമാണ്. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗ്ഗം തുറന്നിരിക്കുന്നു, മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറി ഇറങ്ങി ചെയ്യുന്നതും നിങ്ങൾ കാണുമെന്ന് അവരോട് പറഞ്ഞു. അതെന്റെ ഈ ദൈവഭവനത്തിലേക്ക് വന്ന് ഈ വലിയ കുടുംബത്തിന് അംഗമായി മാറുമ്പോൾ നിന്റെ കഷ്ടങ്ങൾ മാറും. ആമേൻ. വേദനയുടെ ദുഃഖത്തിന്റെ കണ്ണുനീരിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന സ്വഭാവി ഇന്ന് പകൽ ദൈവം നിന്നെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുക. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സൗഖ്യ പിതാവേ, ഇന്ന് പകൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കും വാഴ്ത്തുകയും ചെയ്യുന്നു. യോഹന്നാൻ കണ്ടതുപോലെ ദൈവിക ദർശനം യാക്കോബ് കണ്ടു ദൈവിക ദർശനം പ്രാപിച്ച് ഭൂമിയിൽ കർത്താവിയും മണ്ണുകൊണ്ടുള്ള മണ്ണയമായ എല്ലാം വീഴ്മനായ കർത്താവിന്റെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് കർത്താവിയും ഞങ്ങളുടെ കുടുംബ സ്വർഗീയ കുടുംബത്തിന്റെ അനുഭവത്തിലേക്ക് വരുവാൻ കൂടി ദൂതന്മാരും ഗരുക്കുകളും സാഹാബുകളും വിശുദ്ധമാരും അധിവസിക്കുന്ന ഞങ്ങളുടെ കുടുംബം ഭൂമിയുടെ സ്വർഗത്തിലും പണിയപ്പെടുവാൻ ഭൂമിയിലെ സകല ജനത്തെ, കേരളത്തിലെ 3.25 കോടി ജനത്തെ, ഇന്ത്യയിലെ 145 കോടി ജനം എണ്ണത്തിൽ പെടാത്തവർ, ഇന്ത്യയിൽ കേരളത്തിലെ അന്യവസ്ഥാന തൊഴിലാളികൾ, ഇവിടെ ലോകരാജ്യം 800 കോടി ജനത്തിനായി ഞാൻ പ്രാർത്ഥിച്ച ഐശ്വര്യത്തിനും ഭാര്യയിൽ കൗമാരി യുവനത്തിലും വൃത്തിയുടെ യാചകർ ഓർഫനേജ് തലമുറയിലായിരിക്കുന്ന എല്ലാവരെയും ലോകരാജ്യ രാഷ്ട്രതലന്മാർ, രാജകുമാർ, രാജ്യമാർ, എല്ലാ ഭരണ സംവിധാനങ്ങളെയും, എല്ലാ മത സാമൂഹിക സംസ്കാര മാധ്യമ മീഡിയ രംഗം നിൽക്കുന്നവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല കുടികൂട്ട് ഒട്ടാരെ വരെ പാർക്കുന്ന സകല ജനത്തിന്മേലും ദൈവ സാന്നിധ്യമുള്ള പുറമേ ഇന്ന് വലിയ യാത്രയിൽ സൂക്ഷിക്കണമേ. കാലവർഷമാണ് ഇങ്ങനെ കേരളത്തെ ഭാരതത്തിലും ലോകരാജ്യം സൂക്ഷിക്കണമേ. അനർത്ഥം വ്യസനം കാണമേ. തലമുറയെ സൂക്ഷിക്കണമേ പ്രാർത്ഥിക്കുന്നു. മദ്യത്തിന് മയക്ക് ലഹരിക്ക് അടിയപ്പെട്ടു പോകാതെ, വിശാമത്തിന് തന്ത്രങ്ങളിൽ കുടുങ്ങി വീഴാതെ തലമുറകൾ യുവതിവാക്കന്മാർ കർത്താവ് ദൈവത്തെ സൂക്ഷിക്കപ്പെടുവാൻ, ഇങ്ങനെ മാതാവ് സൂക്ഷിക്കപ്പെടുവാൻ 2 വീലർ 3 വീലർ 4 വീലർ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ, കരയിലും കടന്നും ആകാശമാർക്കും വാഹനം യാത്ര ചെയ്യുമ്പോൾ എല്ലാം ദൈവിക സംരക്ഷണം, ദൂതന്മാരുടെ വലിയ സംരക്ഷണമായി പ്രാർത്ഥിക്കുന്നു. സമാധാനമില്ലാത്തപ്പോഴും സമാധാനം കൊടുത്താട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ.